ഞെട്ടലോടെ അവനെ നോക്കവേ അവൻ അവളുടെ അടുത്തേക്ക് നടന്നതറിഞ്ഞതും അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. അവനപ്പോ അവളുടെ അടുത്തേക്ക് 2 അടി നടന്ന ശേഷം ഒന്ന് നിന്നു. നീണ്ടു കിടക്കുന്ന ക്ലാസ് റൂം കണ്ണോടിച്ചുകൊണ്ട്, അപ്പൊ ഇതാണ് വൈഷ്ണവിയുടെ തട്ടക, റൈറ്റ്? അലക്സ് കൈ 2 മുകളിലേക്ക് ഉയർത്തി വിരൽ കോർത്തു പിടിച്ച് വൈഷുവിലേക്ക് നോട്ടം തെറ്റിച്ചു. വൈഷു അപ്പോഴാണ് അവനെ കണ്ട ഷോക്കിൽ നിന്ന് വിട്ടത്. സെക്കൻഡുകൾക്കുള്ളിൽ അവനോടുള്ള ദേഷ്യം ആളിക്കത്തിയതും അവൾ അത് അടക്കി പിടിച്ച് അവനെ തുറച്ചു നോക്കി. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇത് തന്നെ പോലുള്ളവർക്ക് വരാനുള്ള സ്ഥലമല്ല, പുറത്തു പോ. വൈഷു ഡോറിന്റെ അടുത്തേക്ക് കൈ ചൂണ്ടി അവനെ ഉറ്റുനോക്കി പറഞ്ഞതും അവൻ ചുറ്റും കണ്ണോടിക്കുന്ന നിർത്തി വൈഷുവിലേക്ക് നോട്ടം തെറ്റിച്ചു. എന്നാ പറഞ്ഞേ? അതും ചോദിച്ചവൻ അവൾക്ക് അടുത്തേക്ക് വൈഷു ഒന്ന് പതറി. പുറത്തേക്ക് പോവാൻ. ഇല്ലെങ്കിൽ എന്നാ ചെയ്യും കൊച്ചേ? അവളെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചുകൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് നടക്കവേ അവന്റെ വരവനുസരിച്ച് അവൾ പേടിയോടെ പിന്നിലേക്ക് അടിവെച്ചതും ചുവരിലേക്ക് ഇടിച്ചു നിന്നതും വൈഷു ഒന്ന് ഞെട്ടി അവനെ നോക്കി. പറ, എന്നാ ചെയ്യും എന്ന് ചോദിച്ചവൻ ചുവരിലായി കൈ ചേർത്ത് നിന്ന് അവളുടെ കണ്ണിലേക്ക് നോക്കിയതും വൈഷുവിന്റെ കണ്ണൊന്ന് പിടച്ചു. നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. പതർച്ചയ്ക്കിടയിലും അവൾ ധൈര്യം സംഭരിച്ച് അവനെ നോക്കി. എന്താ തന്റെ ഉദ്ദേശം? എന്തിനെങ്ങോട്ട് വന്നേ? എന്നെ ഇനിയും ദ്രോഹിച്ച് മതിയായില്ലേ? എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ തികട്ടി വന്ന ദേഷ്യം അടക്കി പിടിച്ചവൻ അവനോടായി ചോദിച്ചതും അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കിയ ശേഷം തിരിഞ്ഞു നിന്നു. അലക്സ് ഇന്നവരെ ഒരുത്തിയുടെ മുന്നിൽ തലകുനിച്ചിട്ടില്ല. നേർക്ക് നേർ നിൽക്കുന്നവരെ മുന്നിൽ നിന്ന് മാറ്റിയിട്ടേ ഉള്ളൂ. അതാണ് എന്റെ ശീലം. നിന്നോട് ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമല്ല. പിന്നെ മമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം. കോളേജ് വെച്ച് നടന്ന ഇൻസിഡന്റിന് പകരമായി ചെറിയൊരു ലാസ്റ്റ് ചാൻസ് തരാം. നാളെ തൊട്ട് നിനക്ക് തിരിച്ച് ജോലിക്ക് വരാം. അലക്സ് അത്രയും കൂസിലില്ലാതെ പറഞ്ഞതും വൈഷുവിന് അവനോടുള്ള ദേഷ്യം ഇരട്ടിച്ചതല്ലാതെ ഒന്നും തോന്നിയിരുന്നില്ല. വൈഷു അവനെ നോക്കി പരിഹാസത്തോട് ചിരിച്ചു. പ്രായച്ചിത്തം അല്ലേ? നിങ്ങളെ പോലുള്ളവർക്ക് ഇതുവരെ നിസ്സാരമായിരിക്കും ഒരു ഗെയിം. പക്ഷെ ഞാൻ അത്രയും പേരുടെ മുന്നിൽ നാണം കെട്ട് നിന്ന് എന്റെ അവസ്ഥ താൻ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ തന്നെ അടിച്ചതിന് പകരം വീട്ടിയതാണെന്ന് എനിക്കറിയാം. പക്ഷേ താൻ അന്ന് കളിച്ചത് എന്റെ ആത്മാഭിമാനം വെച്ചാ. തനിക്കിത് തമാശയായിരിക്കും, പക്ഷെ ഞാനത് മറക്കില്ല ഒരിക്കലും. അത്രയും നിറഞ്ഞ കണ്ണാൽ വീറോടെ പറഞ്ഞവൾ മുന്നോട്ട് നടന്നൊന്ന് നിന്നു. അവനെ തിരിഞ്ഞു നോക്കി. പിന്നെ തോന്നുമ്പോ പറഞ്ഞയക്കാനും തോന്നുമ്പോ തിരിച്ചു വിളിക്കാനും ഞാൻ കളിപ്പാവയൊന്നുമല്ല, മനുഷ്യനാ. ഇന്നലെ വരെ നിങ്ങളാണ് അവിടുത്തെ MD എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ എനിക്കെല്ലാം അറിയാം. ഇനി അവിടേക്ക് ഞാൻ വരില്ല ഒരിക്കലും. ഉറച്ച സ്വരത്തോടെ അവനെ നോക്കി പറഞ്ഞു വൈഷു തിരിഞ്ഞ് ഡോറിന്റെ അടുത്തേക്ക് പോയി അത് തുറന്നതും മുന്നിലുള്ള കാഴ്ച കണ്ട് അവൾ അമ്പരന്ന് നിന്നു. മഴ ശക്തമായി പെയ്യുക. ഡോർ അടച്ചതുകൊണ്ടും അവനോട് അത്രയും പറഞ്ഞതിനിടയിലും മഴയുടെ സൗണ്ട് അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. പെട്ടെന്ന് ഇടിവെട്ടിയതും അവളൊന്ന് ഞെട്ടി ഒരടി പിന്നിലേക്ക് നീങ്ങിയതും ആരുടെ നെഞ്ചിൽ ഇടിച്ചു നിന്നു. ഞെട്ടലോട് അവൾ തിരിഞ്ഞു നോക്കിയതും തൊട്ടടുത്ത് നിൽക്കുന്ന അലക്സിനെ കണ്ടവൾ 2 അടി പിന്നിലേക്ക് മാറി അവനെ തുറച്ചു നോക്കി. അവൻ അപ്പോഴും ചുവണിങ്ങ ചവച്ചുകൊണ്ട് അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി. പിന്നെ തകർത്ത് പെയ്ത മഴയിലേക്ക് നോട്ടം പായിച്ച് പുറത്തേക്കിറങ്ങി. ഇവൻ ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്ന മട്ടിൽ വൈഷു പുറത്തേക്കിറങ്ങി നോക്കിയതും അവൻ വരാന്തയിലേക്ക് ഇറങ്ങി മഴ കൊള്ളുന്നത് കണ്ട് അവൾ ഒരു നിമിഷം വാ പൊളിച്ച് നോക്കി നിന്നുപോയി. അടുത്ത നിമിഷം ദേഷ്യത്തോട് അവനെ നോക്കി. ഇയാൾക്ക് എന്താ ഭ്രാന്താണോ? ഈ മഴയൊക്കെ കൊള്ളാൻ ഇങ്ങോട്ട് കേറാൻ നോക്കണോ? അലക്സ് അത് ചെവിക്കൊള്ളാതെ മുഖമൊരുത്തി കണ്ണടച്ച് ആ മഴ ആസ്വദിച്ചുകൊണ്ട് ബലിഷ്ഠമായ 2 കൈകളും കൊണ്ട് മുടി വിരലായി കോതി പിന്നിലേക്ക് മാറ്റി. വൈഷുവിന് അവന്റെ നിപ്പുഭാവം കണ്ട് എന്തിനെന്ന് പോലും അറിയാതെ എവിടുന്നോ വല്ലാത്ത ദേഷ്യം ഇരച്ചു കയറി പല്ല് കടിച്ചവനെ നോക്കി. അപ്പൊ തന്നെ അവൾ മറ്റൊന്നും ചിന്തിക്കാതെ ഉള്ളിൽ തോന്നിയ പ്രേരണയാൽ മുകളിലേക്ക് നോക്കി തലയ്ക്ക് മുകളിൽ കൈവച്ച് ഉടുത്തിരുന്ന ധാവണി അല്പം പൊക്കി അവന്റെ അടുത്തേക്ക് ഓടി. അലക്സിന്റെ കൈ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. അലക്സ് അവളെ മിഴിച്ചു നോക്കുന്ന പോലെ ശ്രദ്ധിക്കാതെ അവൾ അകത്തേക്ക് പോയി ഒരു കുഞ്ഞു തോർത്തെടുത്തുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക, താൻ ആദ്യമായിട്ടാണോ മഴ കാണുന്നത്? ഇയാളുടെ നാട്ടിൽ ഇതൊന്നും പെയ്യാറില്ലേ? ഇത്രക്ക് ഇഷ്ടമാണെങ്കിൽ പോകുന്ന വഴിക്ക് അവളും കൊണ്ടോ മനുഷ്യനെ മെനക്കെടുത്താൻ. ഇത് പിടിച്ച് തല തോർത്താൻ നോക്ക്. കഷ്ടം, ഇങ്ങനെയൊക്കെയുണ്ടോ മനുഷ്യര്? എന്റെ കൃഷ്ണ. വായിൽ തോന്നിയത് ദേഷ്യത്താൽ വിളിച്ചു പറഞ്ഞു വൈഷു അവന്റെ നേർക്ക് മുണ്ട് നീട്ടിയതും അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ മുണ്ട് വാങ്ങി തോർത്താൻ തുടങ്ങി. അത് കണ്ട് വൈഷു എന്തൊക്കെ പിറുപിറുത്തുകൊണ്ട് കൈ കെട്ടി മുകളിലേക്ക് നോക്കി നിന്നു. ഇതേ സമയം അലക്സിന്റെ കണ്ണുകൾ വൈഷുവിന്റെ മുഖത്തായിരുന്നു. അവളുടെ ഓരോ അണുവിലും അവൻ കൗതുകത്തോടെ നോക്കി നിന്നു.
കൺമഷി നീട്ടിയത് കുഞ്ഞു മാൻപേയുടെ കണ്ണുകൾ, നെറ്റിയിലായി ചുവന്ന ചന്ദനക്കുറി, നീണ്ട നാസിക, ഇളം ചുവപ്പാർന്ന ചോരച്ചുണ്ടുകൾ, വെളുത്ത ചെവിയിൽ തൂങ്ങിയാടുന്ന കറുത്ത ജിമിക്കി, വെളുത്ത നീണ്ട വെണ്ണ പോലുള്ള കഴുത്തിന് സൈഡിലായി ഒരു കുഞ്ഞി കാക്കപ്പുള്ളി. മഴ ചെറുതായി നനഞ്ഞതിന്റെ ഫലമായി കഴുത്തിലെ വിയർപ്പിനൊപ്പം മൃദുലതയിലേക്ക് ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികൾ എല്ലാം ഒരു അത്ഭുതത്തോടെ നോക്കിയവൻ പതിയെ തല തൂർത്തുന്നതിനിടയിൽ അവളെ നോക്കിക്കാണവേ അന്ന് ട്രെയിനിൽ വെച്ച് ആ കഴുത്തിലായി തന്റെ അധരങ്ങൾ പതിഞ്ഞതും ചെറുനോവ് അവിടെ നൽകിയതും അവന് ഓർമ്മ വന്നതും എന്തിനെന്നില്ലാതെ അവന്റെ ചുടികളിൽ കള്ളച്ചിരി വിരിഞ്ഞിരുന്നു. കഴിഞ്ഞില്ലേ? പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വരുന്ന വിധം വൈഷു അവനെ മുണ്ടിലേക്ക് ഉറ്റുനോക്കി ചോദിച്ചതും അലക്സ് ഒന്ന് ഞെട്ടി അവളെ നോക്കി കയ്യിലുള്ള മുണ്ട് അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചതും അവൾ അവനെ ഉറ്റുനോക്കി അത് വാങ്ങാൻ പിടിച്ചതും അവൾ അവനെ തുറച്ചു നോക്കി. എന്നാ കാര്യമെന്നല്ലേ? ചെക്കൻ മുറുക്കി പിടിച്ചിരിക്കുക, വിട്. തന്നെ തുറച്ചു നോക്കി ദഹിപ്പിക്കുന്ന അവളുടെ കണ്ണിലേക്ക് നോക്കി അലക്സ് സൈറ്റ് അടിച്ച് കാണിച്ചതും വൈഷു ദേഷ്യം ഇരച്ചു കയറി പല്ല് കടിച്ച് ബലത്തോടെ മുണ്ടിൽ പിടുത്തമിട്ട് വലിച്ചതും പെട്ടെന്നായിരുന്നു അലക്സ് മുണ്ടിലെ പിടുത്തം വിട്ട് അവളുടെ ഇടുപ്പിലായി ചുറ്റി അവനിലേക്ക് ചേർത്തിരുന്നത്. വൈഷു ഞെട്ടിത്തരിച്ച് കണ്ണ് തള്ളി അവനെ നോക്കി ഹൃദയം ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങിയതും അലക്സ് അപ്പൊ തന്നെ അവളുടെ പരൽമേൽ പോലെ പിടയ്ക്കുന്ന കണ്ണിലേക്ക് വശ്യമാർന്ന നോട്ടം നോക്കി. എന്നതൊക്കെ പറഞ്ഞല്ലോ നീ, ഇപ്പോഴൊന്നും പറയാനില്ലേ എന്നവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി സൗമ്യമായ ശബ്ദത്തിൽ ചോദിച്ചതും തൊണ്ട വറ്റി വരണ്ടുണങ്ങുന്ന പോലെ അവൾക്ക് തോന്നി. മനസ്സിലേക്ക് ട്രെയിനിൽ വെച്ച് നടന്നത് ഓരോന്നും ചിത്രം കണക്കെ ഓടിയെത്തവേ പെട്ടെന്ന് അലക്സിന്റെ കൈ അവളെ അപ്രതീക്ഷിതമായി സ്പർശിച്ചതും അവൾ ഞെട്ടലോടെ അവന്റെ കൈയിലേക്ക് നോക്കി പിന്നിലേക്ക് മാറി. എന്നെ വിടാനാ പറഞ്ഞേ. നെഞ്ചിലായി പിടിച്ചു തള്ളി അവൾ പറഞ്ഞതും അലക്സ് ഒന്നുകൂടി അവളെ തന്നിലേക്ക് ആഞ്ഞടിപ്പിച്ചതും വൈഷുവിന്റെ അധരങ്ങൾ അലക്സിന്റെ അധരങ്ങളുമായി ഒരിഞ്ച് വ്യത്യാസത്തിൽ വന്നു നിന്നതും ഒന്ന് വിറച്ച് കണ്ണുകൾ ബുൾസെ കണക്കെ തള്ളി വന്ന് വൈഷു അവനെ നോക്കി നിന്നു. അലക്സ് തെമ്മാടിയ താന്തോന്നിയ, പക്ഷെ ആരെയും പിടിച്ചു കഴിഞ്ഞാൽ അവര് വിടുന്ന ശീലവും എനിക്കില്ല. നിന്നോട് ഞാൻ ഇങ്ങനെ പെരുമാറുന്നതിന് എന്തെങ്കിലും കാരണം കാണും. നിന്നെ കാണുമ്പോ തന്നെ എന്റെ നിയന്ത്രണം തന്നെ കൈവിട്ടു പോകുന്നു. അതെന്നാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഒന്ന് നീ കുറിച്ചു വെച്ചോ, എന്റെ പേര് അലക്സ് ഡാനിയൽ എന്നാണെങ്കിൽ നിന്നെ ഞാൻ പൊക്കിയിരിക്കും, കൊണ്ടുപോയിരിക്കും അലക്സ് കുരിശിങ്കലിലേക്ക്. അവസാന വാചകം അവളുടെ കാതിലായി മൊഴിഞ്ഞതും ഹൃദയം നിലച്ച പോലെ വൈഷു തരിച്ചു നിന്നു. ഉമ്മനീര് പോലും വറ്റി വരണ്ട് അവളുടെ ഹൃദയം ട്രെയിൻ കണക്കെ മിടിച്ച് ഇപ്പൊ പൊട്ടുമെന്ന അവസ്ഥയിൽ നിൽക്കവേ ചേച്ചി പെട്ടെന്ന് അപ്പുവിന്റെ ശബ്ദ കാതിലായി മുഴങ്ങുന്നതിനോടൊപ്പം അരയിലുള്ള അലക്സിന്റെ പിടുത്തമഴിഞ്ഞതും ഞെട്ടലോടെ അവനെ നോക്കി തിരിഞ്ഞതും അല്പം ദൂരെ നിന്ന് അപ്പു കുഴയുമായി വരുന്നത് കണ്ടു. മഴ അല്പം തോർന്നിട്ടുണ്ട്. അവളെ കണ്ടത് ക്രമാതീതമായി മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമിടിപ്പിനെ നേരെയാക്കാൻ ശ്രമിച്ചെങ്കിലും തൊട്ടടുത്ത് നിൽക്കുന്നവന്റെ സാമീപ്യവും ചെവിയിലായി പറഞ്ഞ വാചകവും വീണ്ടും അവളിലേക്ക് പരിവേഷം കൊള്ളിച്ചു. ആ തണുപ്പിനിടയിലും അവൾ വിയർത്തു കുളിച്ചു. അത് അലക്സിന് നന്നായി മനസ്സിലായതും അവൻ വശ്യമായ ചിരിയോടെ മഴയിലേക്ക് നോക്കി. മുന്നിലെ മുകളിലെ 2 ബട്ടൺ അഴിച്ച് നനവുള്ള കോളർ പിന്നിലേക്കാക്കി നെറ്റിയിൽ വീണ് കിടക്കുന്ന നനവാർന്ന മുടി പിന്നിലേക്ക് കോതി മാറ്റി. അവരുടെ അടുത്തേക്ക് വന്ന അപ്പു വൈഷുവിനൊന്ന് അടിമുടി നോക്കിയ ശേഷം അലക്സിനെ നോക്കി കണ്ണു കൂർപ്പിച്ചു. അവൾക്ക് ചേച്ചിയെ ലവൻ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്നുള്ള ആദ്യമാണ് കുട്ടിക്ക്. അലക്സ് അവളെ നോക്കി കണ്ണുരുട്ടിയതും അപ്പു അവനെ നോക്കി പുച്ഛിച്ചു വൈഷുവിനെ നോക്കി. അമ്മ പറഞ്ഞയച്ചതാ എന്നെ. ചേച്ചി വാ, നല്ല മഴയല്ലേ, ദേ ഈ കുട പിടിച്ചോ. വൈഷുവിന്റെ നേർക്ക് അപ്പു അത് പറഞ്ഞ് കയ്യിലുള്ള മറ്റൊരു കുട നീട്ടിപ്പിടിച്ചതും വൈഷു അത് വാങ്ങാൻ നിൽക്കെ അലക്സ് കാലുകൊണ്ട് തട്ടി കയ്യിലേക്ക് ക്യാച്ച് പിടിച്ചിരുന്നു. ഹേയ്, അത് ചേച്ചിക്കുള്ളതാ, നിങ്ങൾ വേണേ മഴ തോന്നിട്ട് വന്നോ. അതിനെന്നാ, അവൾ എന്റെ കൂടെ വന്നോട്ടെ. എന്നാടി, ഞാൻ വരത്തില്ലേ? അലക്സ് പറഞ്ഞോട് അത്ഭുതത്തോടെ നോക്കുന്ന വൈഷുവിനെ നോക്കിയതും അവളുടെ കണ്ണിൽ ദേഷ്യം ഇരച്ചു കയറി. അവൾ അവനെ നോക്കി കണ്ണൂരിട്ട് ദഹിപ്പിച്ച് വേഗം അപ്പുവിന്റെ അടുത്തേക്ക് പോയി. വാ അപ്പു, പോകാം. അപ്പു കൊടാ, നിന്നോട് വരാനാ പറഞ്ഞേ. വൈഷു അവളോട് ദേഷ്യത്തിൽ പറഞ്ഞു മുന്നോട്ട് നടന്നതും അപ്പു അവനെ ഒന്ന് നോക്കി അവളുടെ കൂടെ ഓടി. അലക്സ് അവളുടെ പോക്ക് നോക്കി പിന്നാലെ വെച്ചു പിടിച്ചു. അവർ വീട്ടിലെത്തിയതും അമ്മ ഉമ്മറത്തേക്ക് വന്നു. ഹാ, നിങ്ങൾ വന്നോ? മോ മഴ കൊണ്ടോ? അപ്പവും വൈഷു വേഗം ഉമ്മറത്തേക്ക് കയറി ദേഹത്തുള്ള വെള്ളം കുടഞ്ഞു കളഞ്ഞു. പിന്നിൽ വരുന്ന അലക്സിനെ നോക്കിയായിരുന്നു അമ്മയുടെ ചോദ്യം. അവൻ അവരെ നോക്കി ഇല്ലെന്ന് തലയാട്ടിയതും മോനെ അന്വേഷിച്ച് മോന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, അതാ ഞാൻ നിങ്ങളെ വേഗം വിളിപ്പിച്ചത്. അമ്മ അത് പറഞ്ഞതും വൈഷുവും അലക്സും ഒരുപോലെ അമ്മയെ നോക്കി. എന്റെ ഫ്രണ്ടോ? ആര്? നിന്റെ ഫ്രണ്ട് ആരാ? ഞാൻ. ജെറി അകത്ത് നിന്ന് വന്ന് അലക്സിനെ തുറിച്ചു നോക്കി കയ്യിലുള്ള ജ്യൂസ് കുടിച്ച ഗ്ലാസ് അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് കൊടുത്തു. നല്ല ജ്യൂസ് അമ്മ ഉണ്ടാക്കിയതാ? അല്ല, ഞാൻ.
അപ്പു കൈകെട്ടി നിന്ന് അവനെ നോക്കി കൂസിലില്ലാതെ പറഞ്ഞതും ജെറി അവളെ ഒന്ന് നോക്കി അമ്മയെ നോക്കി. മധുരം പോരാ. അപ്പുവിനെ നോക്കി പുച്ഛിച്ചു വിട്ടതും അവൾ അവനെ ഉറ്റുനോക്കവേ അമ്മ ഗ്ലാസ് വെക്കാനായി അകത്തേക്ക് പോയി. അലക്സ് വന്ന് ജെറിയുടെ തോളിലായി കൈയിട്ടു. നിന്നോട് ആരാടാ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞേ? തോളിലൂടെ ഇട്ട കൈ അവനിലെ പിടി ഒന്നുകൂടി മുറുക്കി ചോദിച്ചതും ജെറി അവനെ നോക്കി ദഹിപ്പിച്ചു. നിന്റെ അമ്മായപ്പൻ എന്നെ കൂടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ വാഷ്റൂമിൽ പോയ നേരത്ത് നീ കാറെടുത്തിങ്ങി വന്ന ഞാൻ കണ്ടുപിടിക്കത്തില്ലെന്ന് കരുതിയോ? ഇതേ ജെറി നിന്റെ മേൽ ഒന്നല്ല 2 കണ്ണും വേണമെന്ന എനിക്ക് ഓർഡർ. നീ എங்கே പോന്നാലും ഞാൻ വന്നിടുവേൻ. ജെറി അവനെ നോക്കി നെഞ്ചിൽ കൈകുത്തി പറഞ്ഞ് തോളിലുള്ള കൈ മാറ്റി മാറടാന്നും പറഞ്ഞ് അവൻ വൈഷിന്റെ അടുത്തേക്ക് പോയി. വൈഷ്ണവി അല്ലേ? വൈഷു ജെറിയെ നോക്കി. അവൻ പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ കൈ നീട്ടി. നമ്മൾ ആദ്യമായിട്ടല്ലേ? ഞാൻ ജെറി തോമസ്. വൈഷു അവൻ നീട്ടിപ്പിടിച്ച കൈയിലേക്ക് നോക്കിയതും പെട്ടെന്ന് ജെറിക്ക് ഷോൾഡറിൽ നല്ല വേദന തോന്നി. അലക്സിന്റെ കൈ പണി തന്നതാണെന്ന് അവന് മനസ്സിലായി. ജെറി ഇളിച്ചുകൊണ്ട് നീട്ടിയ കൈ പിൻവലിച്ചു. അടുപ്പമുള്ളവർ എന്നെ ജെറിന്ന് വിളിക്കും. അടുപ്പമില്ലാത്തവരോ? അപ്പോ തിരിച്ചു ചോദിച്ചതും ജെറി ഇളി നിർത്തി അവളെ നോക്കി പല്ല് കടിച്ചോണ്ട് വീണ്ടും വൈഷുവിനെ നോക്കി ഇളിച്ചു. കുട്ടി പഠിക്കുവാണോ? അല്ല, ഇവിടെ നിൽക്കുക. വീണ്ടും അപ്പു. ജെറിക്ക് തരിച്ചു കയറാൻ തുടങ്ങി. വൈഷു അപ്പുവിനെ നോക്കി കണ്ണുകൂർപ്പിച്ചെങ്കിലും അപ്പു ഒട്ടും കൂസാതെ മറ്റെങ്ങോട്ടോ നോക്കി നിന്നു. ഇതാരാ? അനിയത്തിയാണോ? അല്ല, ഞാനാ ചേട്ടത്തി. ജെറിക്ക് അവളെ എടുത്തറിയാൻ തോന്നിപ്പോയി. ദേഷ്യം ഉച്ചിയിലെത്തിയതും പല്ല് കടിച്ചവൻ അലക്സിന്റെ തോളിലൂടെ കൈയിട്ട് മാറി നിന്നു. ഇതേതാ ഈ പണ്ടാരം? വന്നപ്പോ തൊട്ട് എനിക്ക് പണി തന്നോണ്ടിരിക്കുക കുരുട്ട്. വാ പൂട്ടി വെക്കാൻ പറയാ അവളോട്, അല്ലെങ്കിൽ സില്ലിട്ട് പൂട്ടി ജപ്തി ഇടും ജെറി. നിങ്ങൾ കഴിച്ചിട്ടല്ലേ പോകുന്നുള്ളൂ മക്കളെ? പെട്ടെന്ന് അമ്മ ചോദിച്ച് അകത്ത് നിന്ന് വന്നതും അലക്സ് അവനെ മാറ്റി നിർത്തി അവരുടെ അടുത്തേക്ക് പോയി. ഇല്ല ആന്റി, ഞങ്ങൾ ഇറങ്ങുക. 1-2 സ്ഥലം വരെ പോണം. അതും പറഞ്ഞവൻ ഒരു കാർഡ് എടുത്ത് അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതെന്റെ ഫ്രണ്ടിന്റെ കാർഡാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കാർഡിയോളജിയാണ് പുള്ളി. അമ്മ അവരെ ഒന്ന് വന്ന് കാണണം. ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. അത് കേട്ട് വൈഷു അപ്പും അത്ഭുതത്തോട് നോക്കി. കൂടെ ജെറിയും. അമ്മയുടെ നിറഞ്ഞ കണ്ണിൽ അവനോടുള്ള സ്നേഹമായിരുന്നു. അയ്യോ മോനെ, ഇതൊക്കെ ബുദ്ധിമുട്ടാകും കുഞ്ഞെ. അമ്മ അത് തിരിച്ചു കൊടുക്കാൻ നോക്കിയെങ്കിലും അവൻ അത് നിരസിച്ചു. നോ, ഹാർട്ടിന് ചെറിയൊരു ബ്ലോക്ക് അല്ലേ ഉള്ളൂ, നമുക്കത് നോക്കാം, മാറ്റിയെടുക്കാൻ പറ്റുമോന്ന് അവസാന വാചകം അലക്സ് പിന്നിലുള്ള വൈഷുവിനെ കണ്ണെടുക്കാതെ നോക്കി പറഞ്ഞതും അവൾ അവനെ നോക്കാതെ മറ്റങ്ങോട്ടോ നോക്കി. അപ്പുവിന്റെ പിന്നിലേക്ക് മറിഞ്ഞു നിന്ന് ഒരു കണ്ണാൽ അവനെ തുറച്ചു നോക്കി. അത് കണ്ടവൻ പുരികം പൊക്കി സൈറ്റ് അടിച്ച് കാണിച്ചതും അവൾ ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. ഇതെല്ലാം ജെറിയുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുന്ന കാര്യം മാത്രം അവരാരും അറിഞ്ഞില്ല. ജെറി വൈഷു പോയ വഴിയെ കണ്ണു ചുരുക്കി നോക്കി അലക്സിനെ നോക്കി. അവന്റെ തോളിലൂടെ കൈയിട്ടു. അപ്പൊ പോകാം. ജെറി അവനെ ഒന്ന് ആഞ്ഞു നോക്കി പറഞ്ഞതും അലക്സ് അമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങി. പോകും വഴി ഡ്രൈവ് ചെയ്തത് ജെറി ആയിരുന്നു. അലക്സ് കോ ഡ്രൈവ് സീറ്റിൽ കൈ തലയ്ക്ക് പിന്നിൽ വെച്ച് ചാരിക്കിടന്നു. ഹാഷ് ബോർഡിലേക്ക് കാൽ കയറ്റി വെച്ച് സീരിയലിലൂടെ ഹിന്ദി സോങ്ങിനൊപ്പം മൂളുവാണ്. ഹാ, അലക്സ് നന്നായി പാടും കേട്ടോ. ജെറി ഇന്നലെ വരെ അവനില്ലാത്ത മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന തിരക്കിലാണ്. എന്തൊക്കെയോ ജെറി അറിയാതെ ചീഞ്ഞു നാറുന്ന പോലെ ഒരു തോന്നൽ. അവൻ വായുവിലൂടെ കൂട്ടിയും കുറിച്ചും കണക്ക് കൂട്ടുവാണ്. ജെറി, എന്താണ് നീ ആലോചിക്കുന്നേ? പെട്ടെന്ന് അലക്സ് ചോദിച്ചതും ജെറി കാർ ബ്രേക്ക് പിടിച്ചു നിർത്തി അവനെ നോക്കിയതും കണ്ണു തുറക്കാതെ അതേ കിടത്തം തന്നെയാണ് അവൻ. ഞാൻ ചിന്തിക്കുന്നത് നിനക്കിങ്ങനെ അറിയാം? ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് കൊല്ലം 10 ജെറി മോനെ. കോഴിക്കുട്ടി കുറുക്കം നോക്കുന്ന കണക്ക് നീ എന്റെ വായി നോക്കിയിരിക്കുന്നത് കണ്ടപ്പോഴേ തോന്നി നീ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന്. കണ്ണു തുറക്കാതെ തന്നെ അലക്സ് അത്രയും പറഞ്ഞതും ഒരു നിമിഷം അന്തിച്ചു നിന്നവർ സ്പോട്ടിൽ അവന്റെ കോളറിൽ പിടിച്ചു പൊക്കി. അപ്പ നിനക്കറിയാം, എടാ കഴിവേറി മോനെ, ആ കൊച്ചിന്റെ മുഖം വിളറി വെളുത്തുള്ള വരവ് കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. ഇപ്പൊ എനിക്ക് പൂർത്തിയായി. സത്യം പറയട നാറി, എന്നാ നിന്റെ ഉദ്ദേശം? ആ കൊച്ചിനെ ഇനി ദ്രോഹിക്കാൻ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ജെറിയുടെ തനിക്കോണം കാണ നീ. ജെറി പറഞ്ഞു തീർന്നതും അലക്സ് അവന്റെ കൈ പിന്നിലേക്ക് മാറ്റിയതോടെ ജെറി വേദനയോടെ പൊളഞ്ഞു. ജെറി കിടന്ന് തുള്ളാൻ തുടങ്ങി. അതിനെന്നാ നിനക്ക് ഇത്ര പൊള്ളല്? ഞാൻ അവളെ എന്നെ ചെയ്താലും നിനക്ക് എന്താടാ നാറി? അവൾ എന്റെ പിറക്കാതെ പോയ പെങ്ങളാടാ പന്നി. കൈവിട് യോ, വേദനിക്കുന്നടാ. അലക്സ് കൈവിട്ടതും ജെറി എടുത്ത് കുടഞ്ഞ് അവനെ നോക്കി കണ്ണുരുട്ടി. എന്നെ നോക്കി പേടിപ്പിക്കാതെ വണ്ടി എടുക്കട കോപ്പേ. അതും പറഞ്ഞ് അലക്സ് വീണ്ടും കിടന്നതും ജെറി അവനെ നോക്കി പല്ല് കടിച്ച് പെറുപിറുത്തോണ്ട് വണ്ടി എടുത്തു. നിനക്കുള്ള പണി അന്നമ്മ വഴി വരുമടാ ജോസഫിന്റെ മൂത്ത മോനെ. ഇല്ലെങ്കിൽ എന്നെ ചെയ്യും കൊച്ചേ.